ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ വർക്കുള്ള മെറ്റീരിയൽ, ചുരിദാറിൻ്റെ മെറ്റീരിയൽ എങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ലൈനിങ്ങും മെറ്റീരിയലും കൂടെ രണ്ടിൻ്റെ സെൻറ്റർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കൂടെ അല്ലേ പോകണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പല രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഫിനിഷ് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെച്ച് ചെയ്യാം, ക്രോസ് പീസ് വെച്ച് ചെയ്യാം, ലൈനിങ് പീസ് തന്നെ വെച്ച് ചെയ്യാം. ലൈനിങ് പീസിൻ്റെ എക്സ്ട്രാ ഒരു പീസ് എടുത്ത് ചെയ്യാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വരുന്നതിൻ്റെ എഡ്ജിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ഇനി മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചുമ്മ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. നമുക്ക് പല രീതിയിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ ഒരു ലൈനിങ് പീസ് തന്നെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ആ എംബ്രോയ്ഡറി വരുന്ന ഭാഗത്ത് വെച്ച് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ നമ്മൾ ആദ്യം അടിച്ച സ്റ്റിച്ച് ലൈനിങ്ങിൻ്റെ പീസുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് ആ സ്റ്റിച്ചുമ്പോൾ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ഈ കട്ടിട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് സീം അലവൻസ് മൊത്തം നമ്മൾ വെച്ചടിച്ച പീസുമൊക്കെ വന്നിട്ട് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിന്മേൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സീം അലവൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിക്കണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ സ്റ്റിച്ച് ഇട്ടാൻ. ഇനി വേണ്ടത് ഇതിൻ്റെ കുറച്ച് ഭാഗമൊന്ന് ഇത് എന്താ പറയുക മെറ്റീരിയൽ ഈ സ്ക്വയർ പീസ് വെച്ചില്ലേ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് അത്ര വേണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ നെക്കിൻ്റെ അതേ മോഡലിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ബാക്കിയുള്ള പീസ്. അങ്ങനെ ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ അടിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹെമ്മിങ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ്ങുമൊക്കെ വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. ഹെമ്മിങ് ചെയ്താൽ നല്ല വൃത്തിയായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. റോങ് സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ടാവും, റൈറ്റ് സൈഡും കാണാൻ വൃത്തി ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.